നമസ്കാരം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി നടക്കുകയാണ്. ഒരുപാട് വിവാദങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് അഥവാ അനന്തരാവകാശ നികുതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദം. എന്താണ് ഇൻഹെറിറ്റൻസ് ടാക്സ്? ഇത് നടപ്പിൽ വരുത്തിയാൽ എന്ത് സംഭവിക്കും? ഇതിനെക്കുറിച്ചുള്ള ഷോർട്ട് എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഹെറിറ്റൻസ് ടാക്സ് ലളിതമായിട്ട് വിശദീകരിച്ചാൽ ഒരാളുടെ സ്വത്ത് വകകൾ അയാളുടെ അനന്തരാവകാശികൾക്ക് മരണശേഷം ലഭിക്കുമ്പോൾ ആ സ്വത്ത് ലഭിക്കുന്ന വ്യക്തി കൊടുക്കേണ്ട നികുതിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ മരണശേഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളത് ലഭിക്കാൻ കൊടുക്കേണ്ട ടാക്സ് ആണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. ഈ നികുതി വെൽത്ത് ടാക്സിൽ നിന്ന് വ്യത്യസ്തമാണ്. വെൽത്ത് ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്തിന് വർഷാവർഷം നിങ്ങൾ ജീവിച്ചിരിക്കെ നൽകേണ്ട നികുതിയാണ്. കോൺഗ്രസ് നേതാവായിട്ടുള്ള സാം പിട്രോഡ, ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ NRI ഘടകമായ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാൻ കൂടിയാണ്. ഇദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ വിവാദങ്ങളുടെ തുടക്കം. നമുക്ക് അതൊന്ന് നോക്കാം. We have to make sure that few people become so rich that they begin to run government. We have to make sure that's the requirement in democracy everywhere in the world. Nothing wrong in being rich, nothing wrong in accumulating wealth, but to what point? Let me tell you, in America, there is an inheritance tax. So if, let's say, one has $100 million worth of wealth, and when he dies, he can only transfer probably 45% to his children. 55% is grabbed by government. Now that's an interesting law. It says, you in your generation made wealth, you are leaving now, you must leave your wealth for public. Not all of it, half of it. Which to me sounds fair. In India you don't have that. If somebody is worth 10 billion and he dies, his children get 10 billion. Public get nothing. And law says, you get half of it, public gets half of it. So these are the kind of issues people will have to debate, discuss. ഇതിനോട് ശക്തമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ഒരു ഇലക്ഷൻ റാലിയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇങ്ങനെയാണ്. हर माँ बाप की इच्छा रहती है कि कुछ न कुछ बचाएं ताकि मरने के बाद कुछ अपने संतानों को दे करके जाएं. ये हर माँ बाप की इच्छा होती है कि नहीं होती है? गरीब से गरीब माँ बाप होगा तो भी बच्चों को कुछ दे करके जाना चाहता है कि नहीं जाना चाहता है? अब ये कहते हैं कि आपने जो कमाया है, जो जमा किया है, वो पूरा का पूरा आप अपने संतानों को नहीं दे सकते हैं. अगर आपने 10 एकड़ भूमि है और बच्चों को मरने के बाद देना चाहते हो तो 5 एकड़ दे पाओगे. 5 एकड़ ये कांग्रेस का मकसद है, वो ले लेंगे. आपके पास 2 घर हैं तो एक घर आप बेटे को नहीं दे पाएंगे, एक ही दे पाएंगे. और इसलिए वो इनहेरिटेंस टैक्स लगाने की बात करते हैं. जो मरने के बाद आपकी संपत्ति बच्चों को मिलने वाली है, उसमें से आधे से ज्यादा 55% वो मार लेंगे. क्या ऐसे कातिल पंजे जो आपकी मेहनत की कमाई को लूटना चाहते हैं, ऐसे पंजे को कहीं पर भी जगह मिलनी चाहिए क्या? ആദ്യമായിട്ട് ഇൻഹെറിറ്റൻസ് ടാക്സ് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റും ഒരു നൂറ്റാണ്ടിലധികമായി ഇത്തരം നികുതി നിലനിൽക്കുന്നുണ്ട്. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ ഇത്തരം ടാക്സുകൾ ഒരു സോഷ്യലിസ്റ്റ് നടപടിയാണ് എന്നാണ്. എന്നാൽ ഇത്തരം ടാക്സുകളുടെ ചരിത്രം നോക്കിയാൽ ഇത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലാണ് ആരംഭിച്ചത് എന്ന് കാണാൻ സാധിക്കും. അനന്തരാവകാശികൾക്ക് ലഭിക്കുന്ന സ്വത്തിന്റെ 10% മുതൽ 55% വരെയാണ് ജപ്പാനിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് നൽകേണ്ടത്. സമാനമായ രീതിയിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ഇത്തരം ടാക്സ് നിലവിലുണ്ട്. ഇവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഇൻഹെറിറ്റൻസിനും ഇത്തരം രാജ്യങ്ങളിൽ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നതാണ്. ഒരു പരിധിയിലധികം വരുന്ന പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസിന് മാത്രമാണ് ടാക്സ് നൽകേണ്ടി വരിക. അതായത് പൊതുവെ വലിയ തുകയുടെ സ്വത്ത് അഥവാ പണക്കാരായവരുടെ അനന്തരാവകാശികളാണ് ഇതിൻ്റെ പരിധിയിൽ വരിക. ഇത് ഓരോ രാജ്യത്തും സാഹചര്യങ്ങൾക്കനുസരിച്ച് മിനിമം ലിമിറ്റ് മാറി മാറി വരും. പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ഇത്തരമൊരു നിയമം വന്നാൽ തന്നെ സാധാരണക്കാരുടെ ചെറിയ സ്വത്തുക്കൾക്ക് അത് അനന്തരാവകാശികൾക്ക് നൽകുന്നതിന് നികുതി ഏർപ്പെടുത്താൻ സാധ്യതയില്ല. നിലവിൽ ഇത്തരം നികുതിക്ക് വേണ്ടി വാദിക്കുന്ന ആരും തന്നെ അത്തരത്തിൽ എല്ലാ ഇൻഹെറിറ്റൻസിനും നികുതി ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരും തന്നെ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽ വരാൻ സാധ്യതയില്ല. പ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോമസ് പിക്കറ്റി തൻ്റെ ബെസ്റ്റ് സെല്ലർ ബുക്കായ ക്യാപിറ്റൽ ഇൻ 21st സെഞ്ചുറിയിൽ സൂചിപ്പിക്കുന്നത് ഇൻകം ടാക്സ് കഴിഞ്ഞാൽ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഫിസ്ക്കൽ ഇന്നൊവേഷനാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നാണ്.
എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അത്തരത്തിൽ ഇൻഹെറിറ്റൻസ് ടാക്സിനെ വിശദീകരിച്ചിട്ടുണ്ടാവുക? ഇവിടെ എന്താണ് ഇത്തരം പ്രോഗ്രസീവ് ടാക്സുകൾ സാമ്പത്തിക വ്യവസ്ഥയിൽ വഹിക്കുന്ന റോള് എന്ന് പരിശോധിക്കേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് ഇൻകം ടാക്സ് എടുക്കുക. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് സർക്കാരിന് നികുതിയായി നൽകുന്നതാണ് ഇൻകം ടാക്സ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ നിങ്ങളുടെ ടാക്സും വലിയ സ്ലാബുകളിലേക്ക് പോകും. അതായത് കൂടുതൽ വരുമാനമുള്ളവർക്ക് കൂടുതൽ ടാക്സ് കൊടുക്കാനുള്ള ബാധ്യത വരും, നേരെ തിരിച്ചു. അതോടൊപ്പം ഒരു നിശ്ചിത തുകയ്ക്ക് കുറവ് മാത്രമാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ഇത്തരം ടാക്സുകളെയാണ് പ്രോഗ്രസീവ് ടാക്സുകൾ എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ സമ്പത്ത് ഒരു ചെറിയ വിഭാഗം ആളുകളുടെ കയ്യിൽ കുമിഞ്ഞുകൂടാനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനം ആളുകൾ അവരുടെ കൈവശമുള്ള സമ്പത്ത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ ഓക്സ്ഫാം നടത്തിയൊരു പഠനം പറയുന്നത് ഇന്ത്യയിലെ കേവലം 1% ആളുകൾ മൊത്തം സമ്പത്തിൻ്റെ 40% കയ്യിൽ വെക്കുന്നുണ്ട് എന്നാണ്. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള സ്ഥിതിയല്ല, ലോകത്ത് പൊതുവെ ഇനിക്വാളിറ്റിയും സമ്പത്തിൻ്റെ കേന്ദ്രീകരണവും വർദ്ധിക്കുകയാണ്. അതുപോലെ ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യത്തിലാണ്. അതുപോലെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ലഭിക്കാതെ ജീവിക്കുകയാണ് വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പോഴും. ഇൻഹെറിറ്റൻസ് ടാക്സ് ഉൾപ്പെടെയുള്ള പ്രോഗ്രസീവ് ടാക്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇനീക്വാളിറ്റിയും സമ്പത്തിൻ്റെ നേരത്തെ പറഞ്ഞ കേന്ദ്രീകരണവും കുറയ്ക്കുക എന്നതാണ്. അതോടൊപ്പം സർക്കാരിന് ഒരു പുതിയ റവന്യൂ സോഴ്സ് കൂടി ലഭിക്കുകയും അതുവഴി കൂടുതൽ വികസന പ്രവർത്തനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലെയുള്ള നടപടികളും ഏറ്റെടുക്കാൻ കഴിയും. ഇൻഹെറിറ്റൻസ് ടാക്സ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകത്ത് വരുന്നത് 1ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ്. 1930കളിൽ അമേരിക്കയും മറ്റും 20%-നടുത്തായിരുന്നു ഇത്തരം ടാക്സ് എങ്കിൽ 1970കളോടെ ഏകദേശം 70%-നടുത്തേക്ക് ഇത് ഉയരുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ ഇനിക്വാളിറ്റി കുറയ്ക്കാൻ അത്തരം രാജ്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ 1980കൾക്ക് ശേഷം അമേരിക്കയിൽ പൊതുവെ ഇത്തരം ടാക്സുകൾ പല സ്റ്റേറ്റുകളും അവസാനിപ്പിക്കുകയും അതിൻ്റെ റേറ്റ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു വസ്തുത ഇതേ കാലയളവിൽ അമേരിക്കയിലെ ഇനീക്വാളിറ്റി വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാണ്. ഇതുപോലെ ഇൻഹെറിറ്റൻസ് ടാക്സിന് അനുകൂലമായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വാദം ഇത് സാമ്പത്തിക വ്യവസ്ഥയെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി നൽകി കൂടുതൽ ഫെയർ ആക്കി മാറ്റുന്നു എന്നതാണ്. പൊതുവിൽ ആളുകൾ കരുതുന്നത് കഴിവുള്ളവർ ഉയർന്നു വരണം എന്നാണ്. ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ പണക്കാരായത് അവരുടെ കഴിവ് കൊണ്ടാണ് എന്നൊരു പൊതുബോധം നിലവിലുണ്ട്. എന്നാൽ ഇത് ശരിക്കും ഇങ്ങനെയാണോ? ഉദാഹരണത്തിന് തലമുറകളായി സമ്പത്ത് ലഭിക്കുന്ന ഒരാൾക്ക് അങ്ങനെ സമ്പത്ത് ലഭിക്കാത്ത മറ്റൊരാളുമായി താരതമ്യം ചെയ്താൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ സമ്പത്ത് അയാൾ സ്വന്തം അധ്വാനം കൊണ്ടോ കഴിവ് കൊണ്ടോ നേടിയതല്ല എന്നുകൂടി നോക്കണം. ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന ഒരു കോയിൻസിഡൻസ് കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് ഈ സമ്പത്ത്. അങ്ങനെ വരുമ്പോൾ കഴിവുള്ള ഒരാൾ സ്വത്തുക്കൾ ഇൻഹെറിറ്റ് ചെയ്ത് പണക്കാരനായ ഒരാളുടെ മുന്നിൽ തഴയപ്പെടാനുള്ള സാധ്യത എല്ലാ രംഗത്തും നിലനിൽക്കുന്നുണ്ട്. ഇത് സാമ്പത്തിക വ്യവസ്ഥയിൽ കഴിവുള്ളവർക്ക് ഒരു ബിസിനസ്സുകാരനാകാനോ അല്ലെങ്കിൽ ഒരു ട്രേഡർ ആകാനോ ഒക്കെയുള്ള സാധ്യത കുറയ്ക്കും. അപ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെ കുറെ കൂടി ഫെയർ ആക്കി മാറ്റാം? ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എല്ലാവർക്കും ഇടയിൽ എങ്ങനെ കൊണ്ടുവരാം? ഇതിന് ഇൻഹെറിറ്റൻസ് ടാക്സ് പോലെയുള്ള നടപടികൾ സഹായിക്കുമെന്നാണ് ഇതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത്. അതായത് മെറിറ്റോക്രസി ഉറപ്പുവരുത്താൻ ഇൻഹെറിറ്റൻസ് ടാക്സ് സഹായിക്കുമെന്ന്. ഈയിടെ വന്നൊരു പഠനം ഈ ഘട്ടത്തിൽ പരിശോധിക്കാവുന്നതാണ്. അത് പറയുന്നത് 30 വയസ്സിന് താഴെയുള്ള എല്ലാ ബില്യനേഴ്സ് ആയത് സ്വത്ത് ഇത്തരത്തിൽ ഇൻഹെറിറ്റൻസ് ആയി ലഭിച്ചത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിവ് കൊണ്ടാണ് സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നത് എന്ന പൊതുബോധം ഇവിടെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മറ്റൊരു വാദം, നിങ്ങൾ സ്വത്ത് വരുമാനത്തിലൂടെ നേടുന്നുണ്ടെങ്കിൽ നിലവിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ ജോലി ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തോ പണം ഉണ്ടാക്കുമ്പോൾ നല്ല തോതിൽ ടാക്സ് കൊടുക്കേണ്ടി വരികയും എന്നാൽ ഇത്തരം എഫേർട്ട് ഒന്നും എടുക്കാതെ കുടുംബസ്വത്ത് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സമ്പത്തിന് മുകളിൽ ടാക്സ് കൊടുക്കാതെ ആ സമ്പത്ത് ലഭിക്കുന്നത് ഈ ടാക്സേഷൻ പോളിസിയുടെ ഒരുതരം വിവേചനമാണ് എന്നൊരു വാദമുണ്ട്. ഇൻഹെറിറ്റൻസ് ടാക്സും ചാരിറ്റിയും തമ്മിൽ പലപ്പോഴും രസകരമായൊരു ബന്ധമുണ്ട്. ഇതിന് കാർണിഗെ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആൻഡ്രൂ കാർണിഗെ എന്ന അമേരിക്കൻ ഇൻഡസ്ട്രിയലിസ്റ്റ് 100% ഇൻഹെറിറ്റൻസ് ടാക്സ് വേണമെന്ന് വാദിച്ചിരുന്നു. ഇതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് ഒരാൾ മരിക്കുമ്പോൾ അയാൾ നേടിയതൊക്കെ തിരിച്ചു കൊടുത്തു വേണം മരിക്കാനെന്നാണ്. പലപ്പോഴും ഇൻഹെറിറ്റൻസ് ടാക്സ് കൂടുതൽ ചാരിറ്റി ചെയ്യാൻ പണക്കാരെ പ്രേരിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ മികച്ചൊരു ഉദാഹരണം വാറൻ ബഫറ്റ് ഏകദേശം $31 ബില്യൺ 2006 ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷന് നൽകിയിരുന്നു. ആ നൽകുന്ന സമയത്ത് ഇദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആൻഡ്രൂ കാർണിഗെ പറഞ്ഞ ആശയങ്ങളായിരുന്നു. ഇൻഹെറിറ്റൻസ് ടാക്സിന് എതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇത് ഓൺട്രപ്രണർഷിപ്പിനെ നിരുത്സാഹപ്പെടുത്തും എന്നതാണ്. എന്നാൽ ഇതിൻ്റെ മറുവശം
ഈ വിമർശനം ഏത് ടാക്സിനെ കുറിച്ചും പറയാൻ സാധിക്കും എന്നതാണ്. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അങ്ങനെ ഏത് ടാക്സ് എടുത്താലും ഈ വിമർശനം സാധ്യമാണ്. എന്നാൽ അതേസമയം ഒരു ക്യാപിറ്റലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ കോമ്പറ്റീഷൻ, ഫെയർനെസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇതൊക്കെ ഉറപ്പുവരുത്താൻ ഇത്തരം ടാക്സുകൾ സഹായിക്കും എന്നതാണ് ഇതിൻ്റെ മറുവശം. ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ടാക്സിന് സമാനമായ ഒരു ടാക്സേഷൻ 1953 കൊണ്ടുവന്ന എസ്റ്റേറ്റ് ഡ്യൂട്ടി ആക്റ്റാണ്. പിന്നീട് വെൽത്ത് ടാക്സും ഗിഫ്റ്റ് ടാക്സും ഇതുപോലെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ 1980കളിലും പിന്നീടും ഇതെല്ലാം എടുത്തു കളയുകയാണ് ചെയ്തത്. ലിബറലൈസേഷന് ശേഷമുള്ള ഇന്ത്യയിൽ അതിഭീകരമായ രീതിയിൽ ഇനീക്വാളിറ്റി വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ജനസംഖ്യയുടെ വലിയ ശതമാനം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യത്തിലാണ്. കണക്കുകൾ പറയുന്നത് ജനസംഖ്യയുടെ താഴേക്കിടയിൽ 50% ആളുകളുടെ മൊത്തം സമ്പത്തിൻ്റെ പങ്ക് 1981 10.9% 2023 അത് 6.5% കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇതിന് തൊട്ട് മുകളിലുള്ള 40% ഇന്ത്യക്കാരുടെ സമ്പത്ത് ഇതേ കാലയളവിൽ 44% നിന്നും 29% കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക് ടോപ്പ് 10% നോക്കിയാൽ ഇതേ കാലഘട്ടത്തിൽ 45% നിന്നും കുതിച്ചു കയറി 64.6% വന്നിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഇതിലൊക്കെ പ്രധാനപ്പെട്ടത് കേവലം 1% ഇന്ത്യക്കാരുടെ സമ്പത്ത് ഈ കാലയളവിൽ 12.5% നിന്നും 39.5% ഉയർന്നു വന്നിട്ടുണ്ട് എന്നതാണ്. ഇനി ആലോചിച്ച് നോക്കുക, ഇത്രയും ഇനിക്വാളിറ്റി കൂടുന്ന സാഹചര്യത്തിൽ ഈ ടോപ്പ് 1%ൻ്റെ അടുത്ത തലമുറ അവർക്ക് കിട്ടുന്ന സ്വത്തിൻ്റെ ഒരു ഭാഗം തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ലേ? 2018 ഒരു പഠനം സൂചിപ്പിക്കുന്നത് ടോപ്പ് 1% ഇന്ത്യക്കാർക്ക് കേവലം 2% വെൽത്ത് ടാക്സും 33% ഇൻഹെറിറ്റൻസ് ടാക്സും ഏർപ്പെടുത്തിയാൽ 12.1 ലക്ഷം കോടി അഡീഷണൽ ടാക്സ് റവന്യൂ ഓരോ വർഷവും സ്വരൂപിക്കാൻ കഴിയും എന്നതാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സമ്പൂർണ്ണ സോഷ്യൽ സെക്യൂരിറ്റി പദ്ധതി, അതിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണം, തൊഴിൽ, വാർദ്ധക്യകാലത്ത് പെൻഷൻ എന്നിവ ഉൾപ്പെടെ നൽകാൻ ഇത് മതിയാകും എന്നാണ്. എന്തായാലും എൻ്റെ ഈ വീഡിയോ കണ്ട ഒരാളും ആ ഒരു ശതമാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ടാക്സ് വന്നാൽ നിങ്ങളുടെ താലിമാല സർക്കാർ എടുത്തു കൊണ്ടുപോകും എന്ന് ആരും പേടിക്കേണ്ടതില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.